നിങ്ങളുടെ ലൈഫിനെ പറ്റി ചിന്തിച്ചിട്ട് നിങ്ങൾ അത്ര പോരാ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്യൂൻസ് കോൾസ്. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമുക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവുമല്ലേ, ഞാനത്ര പോരാ. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് അല്ല, ഇറ്റ്സ് എ സൈൻ ഓഫ് യുവർ സ്ട്രെങ്ത്. അങ്ങനെയാണ് സൈക്കോളജി പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സൈക്കോളജി അത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നു, അതുപോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു, അതുപോലെ തന്നെ എങ്ങനെ ആ തോന്നലിനെ നമുക്ക് ഓവർകം ചെയ്യാം. ഈ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. വൈ യു നോട്ട് ഫീൽ ഇനഫ് എന്ന് പറയുന്ന പാർട്ടിൽ തന്നെ ആദ്യത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് കമ്പാരിസൺ ട്രാപ്പാണ്. കമ്പാരിസൺ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മൾ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ നമ്മളെ വെച്ച് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ടാവും. ഇറ്റ്സ് നോർമൽ. ഒരു പരിധി വരെ അത് നോർമലാണ്. നമ്മൾ പറയും കമ്പയർ ചെയ്യരുതെന്ന്, എന്നാലും നമ്മൾ ചെയ്യുമല്ലേ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഈ കമ്പാരിസൺ ഒരു ട്രാപ്പ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിലെ റിയൽ ലൈഫിലുള്ള മൊമെൻറ്റ്സ്, നമുക്കെല്ലാം ഭയങ്കര ഫാൻസി ആയിട്ടുള്ള മൊമെൻറ്റ്സ് അല്ല നമ്മുടെ റിയൽ ലൈഫ്. ആ റിയൽ ലൈഫ് മൊമെൻറ്റ്സിനെ നമ്മൾ മറ്റുള്ളവരുടെ നമ്മൾ പല സോഷ്യൽ ഗ്യാതറിങ്സിൽ കാണുന്ന കാര്യങ്ങളും പല സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളും ഒക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും മറ്റുള്ളവരുടെ ലൈഫിൽ. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് അത്ര ഇനഫ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് കമ്പാരിസൺ ഒരു ട്രാപ്പ് ആവുന്നത്. അവിടെ നമ്മൾ വി ആർ നോട്ട് ഇനഫ് എന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങും. സോ ഇറ്റ്സ് എ ഫസ്റ്റ് ട്രാപ്പ്, കമ്പാരിസൺ ട്രാപ്പ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി ബയാസ് ആണ്. നെഗറ്റിവിറ്റി ബയാസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി പറയുന്നത് ഹ്യൂമൻ ബ്രെയിൻസ് എപ്പോഴും നമ്മളുടെ ഫെയിലിയേഴ്സിനെ കൂടുതൽ നമ്മളിലേക്ക് കാണിച്ചു തരുന്ന ഒരു ടെംപ്റ്റേഷനാണ്. അത് നമ്മളുടെ വീക്ക്നെസ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതല്ല, ആക്ച്വലി അതൊരു സർവൈവൽ മെക്കാനിസമാണ്. കാരണം നമ്മൾ ഹ്യൂമൻ ബീങ്സിന് എപ്പോഴും ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് വേണം. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, നമുക്കിപ്പോൾ ജോലി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച് ജോലി കിട്ടിയാലേ ഉള്ളൂ നല്ലൊരു ഫ്യൂച്ചർ എന്നുള്ള വിചാരം കൊണ്ടാണല്ലോ. അങ്ങനെ എല്ലാ ആസ്പെക്റ്റിലും നമ്മളൊരു സർവൈവൽ മെക്കാനിസമാണ് നമ്മളിൽ വർക്കാവുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറലി നമ്മുടെ ബ്രെയിൻ നമ്മളെ കാണിച്ചു തരുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റിലും കൂടുതൽ നമ്മുടെ ഫെയിലിയേഴ്സ് ആയിരിക്കും. അങ്ങനെ ഫെയിലിയേഴ്സ് കാണിച്ചു തരുമ്പോൾ നമ്മൾ നാച്ചുറലി എന്ത് ചെയ്യും, ഐ എം നോട്ട് ഇനഫ് എന്നൊരു തോട്ടിലോട്ട് പോകും. സോ അതാണ് സെക്കൻഡ് ആസ്പെക്ട് വരുന്നത്, നെഗറ്റിവിറ്റി ബയാസ്. തേർഡ് ആസ്പെക്ട് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഇനഫ് അല്ല എന്ന് തോന്നിയതിൻ്റെ റീസൺ നമ്മുടെ മോട്ടിവേഷൻ ഫ്ലക്ച്വേഷനാണ്. നമുക്ക് മോട്ടിവേഷൻ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും എന്നുള്ളത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ പോലും സം ഡേയ്സ് നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, ഇറ്റ്സ് നോർമൽ. ബട്ട് ആ ദിവസവും നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യും. നമ്മളിപ്പോൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കുകയല്ല, കാരണം നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൺസിസ്റ്റൻസിയാണ്. അവിടെ നമുക്ക് മോട്ടിവേഷൻ ഇല്ല. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഹ്യൂമൻസ് ആണ്, നമ്മൾ റോബോട്ട്സ് അല്ല. സോ ഇറ്റ്സ് നോർമൽ ടു ഹാവ് മോട്ടിവേഷൻ ഫ്ലക്ച്വേഷൻ. ഓക്കെ, നമുക്കപ്പം നമ്മൾ എന്തുകൊണ്ട് ഇനഫ് അല്ല എന്ന് തോന്നുന്നത് അതിൻ്റെ റീസൺസ്, സൈക്കോളജി പറയുന്ന റീസൺസ് നമുക്ക് മനസ്സിലായല്ലേ. അടുത്തത് നമ്മൾ നോക്കേണ്ടത് നമ്മൾ സ്ട്രോങ് ആണോ എന്നാണ്. അപ്പോൾ ഇങ്ങനെ തോന്നുന്ന ആളുകൾ സ്ട്രോങ് ആണ് എന്നാണ് സൈക്കോളജി പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ സ്ട്രോങ് ആണ് എന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള ആളുകളിലുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അവരുടെ ബിഹേവിയറിലുള്ള കുറച്ച് സയൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ സയൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിനെ പറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് ചിന്തിക്കുന്നവരായിരിക്കും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നല്ല, പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലൊരു തോട്ട് ഉണ്ടാവും, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താലേ എൻ്റെ ലൈഫ് ബെറ്റർ ആവത്തുള്ളൂ. അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് തോട്ടുള്ള ആളായിരിക്കും നിങ്ങൾ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കുറേ ഫെയിലിയേഴ്സ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ ക്വിറ്റ് ചെയ്യത്തില്ല, നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. തേർഡ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിഹേവിയറിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആളായിരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട്സിൻ്റെയും. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അത് അവർ കാരണമോ ഇവർ കാരണമോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടത് ഇവർ കാരണമോ, അങ്ങനെയൊക്കെ പറയാതെ നിങ്ങളുടെ ബിഹേവിയറിൻ്റെയും നിങ്ങളുടെ ആക്ഷൻസിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ യു ആർ സ്ട്രോങ്. ഈ ആസ്പെക്റ്റൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് ഇനഫ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും നിങ്ങൾ സ്ട്രോങ് ആണ് എന്നാണ് സൈക്കോളജി പറയുന്നത്. ഓക്കെ, തേർഡ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ നമ്മൾ പോരാ എന്ന് തോന്നുന്നത് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു ലിമിറ്റ് കൂടുതൽ അത് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ഒരുപാട് ബാധിക്കുമല്ലേ. അപ്പോൾ എങ്ങനെ നമുക്കത്ര പോരാന്നുള്ള ആ ഒരു തോട്ടിനെ ഓവർകം ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് റീപ്ലേസ് സെൽഫ് ക്രിറ്റിസിസം വിത്ത് സെൽഫ് ഫീഡ്ബാക്ക്. നമ്മളെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അല്ലാതെ ഞാനത്ര പോരാ എന്നല്ല. അത് തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. നമുക്കറിയാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ, പക്ഷേ നമ്മളെപ്പോഴും നമ്മൾ പോരാ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യത്യാസമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു ഫീഡ്ബാക്ക് കൊടുത്തിട്ട് നമ്മളുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്മോൾ വിൻസ് ഡെയിലി. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു കാര്യം, ആ ഒരു കാര്യത്തിനായിട്ട് ദിവസവും ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാൻ നോക്കുക. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, പഠിക്കുന്നവരായിക്കോട്ടെ, വീട്ടിലെ കാര്യങ്ങളുള്ളവരായിക്കോട്ടെ, എന്ത് സാഹചര്യമാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാൻ നോക്കുക. അത് നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് തരും. ഓക്കെ, തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രോത്ത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക.
ചിലപ്പോൾ നമ്മുടെ ഗ്രോത്തിൻ്റെ ഒരു സ്പീഡായിരിക്കത്തില്ല വേറൊരാളുടെ ഗ്രോത്ത്. ഒരേ കാര്യത്തിന് പ്രിപ്പയർ ചെയ്യുന്ന രണ്ടുപേര് രണ്ട് സമയത്തായിരിക്കും ചിലപ്പോൾ സക്സസ് ആവുന്നത്. അത് അവരുടെ പ്രശ്നമൊന്നുമല്ല, പല സ്ട്രാറ്റജിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളുടെ ആയിരിക്കാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്പീഡിനെ പറ്റി നോക്കണ്ട, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഫോക്കസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ജേർണലിംഗ് ചെയ്യാൻ നോക്കുക. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജേർണലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ജേർണലിങ്ങിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം എന്നെ എന്ത് പഠിപ്പിച്ചു, അതുപോലെ തന്നെ നാളത്തേക്ക് ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഒരു ഗോൾ എന്താണ്, ഈ കാര്യങ്ങൾ അതിൽ കടന്നു വന്നാലാണ് അത് ജേർണലിംഗ് ആകുന്നത്. സോ നിങ്ങൾക്കൊരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ചെയ്ത് നിങ്ങളുടെ ഒരു ജേർണലിംഗ് നിങ്ങൾ ഡെയിലി ചെയ്യാൻ നോക്കുക. അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഞാൻ അത്ര പോരാ എന്നുള്ള ഫീലിംഗ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. ബേസിക്കലി അതൊരു സെൽഫ് ഡൗട്ട് ആണല്ലേ. സെൽഫ് ഡൗട്ട് വരുന്നത് ഒരു വീക്ക്നെസ് അല്ല, അതൊരു സ്ട്രെങ്ത് ആണ് എന്നാണ് സൈക്കോളജി പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.